ഒരു പണിയുമില്ലാത്ത നമ്മുടെ ഹീറോ ഒരിക്കൽ നടന്നു പോകുമ്പോഴാണ് ഒറ്റപ്പെട്ട ഒരിടത്തെ ഒരു പെണ്ണിനെയും അവളെ ദത്തെടുത്ത അച്ഛനെയും കാണുന്നത്. പക്ഷെ ആ ദത്തെടുത്ത അച്ഛൻ അവളെ ഒരു മകളായിട്ടല്ല കാണുന്നത്, അവളുമായി പല പരിപാടിയും നടത്തും. പിന്നീട് അവിടേക്ക് എത്തിയ ഹീറോയും പല പരിപാടിയും നടത്തും. അപ്പൊ പറഞ്ഞു വന്നത് 2023 ഇറങ്ങിയ ലഗാസളസ് എന്ന മൂവിയെ പറ്റിയാണ്. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് മറിയ എന്ന അത്യാവശ്യം പ്രായമായ സ്ത്രീയാണ്. പുള്ളിക്കാരിയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ്. പുള്ളിക്കാരി താമസിക്കുന്നത് പുള്ളിക്കാരിയുടെ മകനായിട്ടുള്ള ഷായോടൊപ്പമാണ്. ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. മറിയാണെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഷായാണെങ്കിലോ പണിക്കൊന്നും പോകാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് അവന്റെ പണി. അങ്ങനെ ഒരിക്കൽ മറിയ ജോലിക്ക് പോകാൻ വേണ്ടി കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. നോക്കിയപ്പോഴോ അവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. അതുമാത്രമല്ല അവിടുത്തെ ഡ്രമ്മിലും വെള്ളമില്ല. ഇത് കണ്ട മറിയ മകനായിട്ടുള്ള ഷായെ വിളിക്കും. പക്ഷെ ഷായാണെങ്കിലോ ഇപ്പോഴും കട്ടിൽ തന്നെ കിടക്കുകയാണ്. കട്ടിലിൽ കിടന്ന് ചെറിയ പരിപാടികളൊക്കെ നടത്തുകയാണ്. മറിയയുടെ വിളി കേട്ട ഉടനെ ഷാ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ഷാ താമസിച്ച് എഴുന്നേക്കുന്നത് കൊണ്ട് മറിയ വഴക്ക് പറയുന്നുമുണ്ട്. ഈ പൈപ്പ് വെള്ളമില്ലെന്നും നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും പറയും. ഷാ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പൈപ്പിൽ എന്തോ വിഷയമുണ്ടെന്നും അത് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. പൈപ്പ് ചെക്ക് ചെയ്ത് പോയി ഷാ ഒരു കാട്ടിലെത്തും. അപ്പോഴാണ് അവിടെ ഒരു ഒറ്റപ്പെട്ട വീടും ഒറ്റപ്പെട്ട തുറന്നൊരു ബാത്റൂമും കാണുന്നത്. ആ ബാത്റൂമിനകത്ത് മായ എന്ന സുന്ദരിയായ ഒരു പെണ്ണ് കുളിക്കുന്നുമുണ്ട്. പിന്നീട് പറയണ്ടല്ലോ, പോകുന്ന വഴി ഷാ ബാത്റൂമിനകത്തൂടി ഒളിഞ്ഞു നോക്കും. അവള് കുളിക്കുന്നത് മുഴുവൻ അവൻ കാണും. അതും നോക്കി ഷാ അതിൽ കുറെ നേരം മുഴുകി നിന്നു പോകും. അതേസമയം മറിയാണെങ്കിൽ പച്ചക്കറി വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയി. അവിടെയുള്ള കടകളെല്ലാം വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. മാഗി എന്നൊരു പെണ്ണാണ് ഈ വാടകയെല്ലാം കളക്ട് ചെയ്യാൻ വരുന്നത്. പക്ഷെ ആ പെണ്ണാണെങ്കിൽ വാടകയുമായിട്ട് അവിടുന്ന് ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് തന്നെ കടക്കാരോടെല്ലാം വീണ്ടും വാടക ചോദിക്കുന്നുണ്ട്. കടക്കാരാണെങ്കിൽ നിയമത്തിന്റെ സഹായം തേടാനായിട്ട് തുടങ്ങും. അങ്ങനെ പിന്നീട് രാത്രിയാകുമ്പോൾ മറിയ ഷായോട് ജോലി എടുക്കാനായി പറയും. പക്ഷെ ഷായാണെങ്കിൽ അമ്മയുടെ വാക്കുകളൊന്നും കേൾക്കത്തില്ല. അവന്റെ മൈൻഡ് മുഴുവൻ ഇപ്പോഴും മായയായിരുന്നു. മായയെ മനസ്സിലോർത്തുകൊണ്ട് ഷാ പല പരിപാടികളും നടത്തുന്നുമുണ്ട്. അങ്ങനെ ഷാ വീണ്ടും മായയെ കാണാൻ വേണ്ടി പോകും. മായ കുളിയെല്ലാം കഴിഞ്ഞ് അവളുടെ ദത്തപിതാവായിട്ടുള്ള ജെയിംസിനെ സഹായിക്കാനായി പോകും. കാരണം എന്തെന്നാൽ ജെയിംസിന്റെ കാല് തളർന്നതാണ്. മായയെ ജെയിംസ് ദത്തെടുത്തതാണെങ്കിലും ജെയിംസ് മായയെ മകളായിട്ടല്ല കാണുന്നത്. കാരണം ഇവർ തമ്മിൽ പല പരിപാടികളും പല റിലേഷൻഷിപ്പും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഷാ അവിടെ നിന്ന് ഒളിഞ്ഞ് കാണുന്നുമുണ്ട്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഷായുടെ ഫീലിങ്സ് എല്ലാം വീണ്ടും കൂടാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകും. ഷായ്ക്കും മായയോടുള്ള അടുപ്പം കൂടി വരും. അങ്ങനെ ഒരിക്കൽ ഷാ വീണ്ടും ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ മതിലിടിഞ്ഞു വീഴുന്നത്. അവൻ മായയുടെ മുമ്പിലേക്ക് വീഴും. ഇത് കണ്ട മായ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മായ്ക്ക് ഇവനോട് എന്തൊക്കെയോ തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പമായിട്ടുള്ള ഇവന്റെ ബോഡിയും ഇവന്റെ ക്യാരക്ടറും ഒക്കെ കണ്ടിട്ട് മായ ഇവനെ നോക്കി നിൽക്കും. ഇവൻ അവിടുന്ന് ഓടിപ്പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല, രണ്ടുപേർക്കും എന്തൊക്കെ ഫീലിങ്സ് തോന്നി അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടം തൊട്ടാണ് മായയുടെ മറ്റൊരു ബന്ധം തുടങ്ങുന്നത്. പക്ഷെ വീട്ടിലുള്ള ജെയിംസ് ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷെ മായയാണെങ്കിലോ ഒരു വശത്ത് ജെയിംസും മറ്റേ വശത്ത് ഷായുമായിരുന്നു. അങ്ങനെ പിന്നീട് ഇവർ തമ്മിൽ പലപ്പോഴും കണ്ടുമുട്ടും. ഒരിക്കൽ മായ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തും. അവിടേക്ക് തന്നെ നമ്മുടെ ഷായും എത്തും. പിന്നെ പറയണ്ടല്ലോ, അവർ തമ്മിൽ നടക്കേണ്ടതൊക്കെ നടക്കും. അപ്പോഴാണ് അവളെ ജെയിംസ് വിളിക്കുന്നത്. ഇവൾ അവിടുന്ന് ജെയിംസിന്റെ അടുത്തേക്ക് എത്തി ജെയിംസുമായിട്ടും കാര്യങ്ങളൊക്കെ നടക്കും. ഇതേ ടൈമിൽ ഷായ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് റിയ എന്ന മറ്റൊരു പെണ്ണ് ഷായുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഷായുമായി കുറച്ചു നേരം വർത്താനമൊക്കെ പറയും. അപ്പോഴാണ് അവർക്ക് ഷായോടൊരു ആകർഷണം തോന്നുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഇവിടെ നടക്കാനുള്ളതൊക്കെ നടക്കും. പണ്ട് ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്ന ഷായ്ക്ക് ഇപ്പോൾ പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു രാത്രി ഷാ വീണ്ടും മായയുടെ വീട്ടിലേക്ക് പോകും. അവൻ അവിടെയുള്ള ജനലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോഴാണ് ജെയിംസിന്റെ മുമ്പിൽ മായ ഡാൻസ് കളിക്കുന്നതായി കാണുന്നത്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ മായ ജെയിംസിനെ റൂമിലേക്ക് കൊണ്ടുപോയി ജെയിംസിനെ കിടത്തി ഉറക്കും. ഉറങ്ങിക്കഴിയുമ്പോഴോ ഷാ അകത്തേക്ക് കയറി വരും. പിന്നെ പറയണ്ടല്ലോ, മായയും ഷായും തമ്മിൽ പഴയതുപോലൊക്കെ തന്നെ നടക്കും. അങ്ങനെ പിറ്റേ ദിവസം ജെയിംസിന്റെ വീട്ടിലേക്ക് ഒരു വക്കീൽ വരും. ജെയിംസ് കയ്യിലുള്ളൊരു ഡോക്യുമെന്റ് വക്കീലിനെ കാണിക്കും. അത് മറ്റൊന്നുമല്ല, ജെയിംസിന്റെ സ്വത്ത് മുഴുവൻ മായയുടെ പേർക്ക് എഴുതി വെക്കുന്നതാണ്. അപ്പോഴാണ് വക്കീൽ മായയുടെ കഥകളും മായയെ പറ്റിയുമൊക്കെ ചോദിക്കുന്നത്. ജെയിംസ് പറയും അവൾക്ക് ഇപ്പോൾ 22 വയസ്സാണെന്നും അവളെ 12 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് കിട്ടിയതെന്നും. മായയുടെ അച്ഛനും അമ്മയുമായി ജെയിംസിന് കണക്ഷൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവർ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടതുമാണ്. അന്നാണ് ജെയിംസ് മായയെ ദത്തെടുക്കുന്നതെന്നും അന്ന് തൊട്ട് മായ ജെയിംസിന്
ജെയിംസിന്റെ കൂടെയാണെന്നും പറയും. ഈ വക്കീലിന്റെ പേര് ജോൺ എന്നാണ്. ജോണിന് ഇവിടെ വന്നപ്പോ തൊട്ട് മായയെ ചെറിയ നോട്ടവുമുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഷായയാണ്. ഷാ റിയയുമായി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മായ എത്തുന്നത്. ഷാ മായയുടെ അടുത്തേക്ക് പോകും. അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നീട് ഷാ അവളെ ഒരു ഓട്ടോയിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. എന്ന് നടക്കുന്നത് പോലൊക്കെ തന്നെ വീണ്ടും നടക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഷാ അവളോട് ചോദിക്കുന്നത് ജെയിംസുമായിട്ടുള്ള ബന്ധം എന്താണ്, പുള്ളി നിന്റെ ഭർത്താവാണോ എന്നൊക്കെ. അപ്പോഴാണ് മായ പറയുന്നത് പുള്ളി എന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്നും തുടക്കത്തിലൊക്കെ പുള്ളി അച്ഛനെ പോലെയായിരുന്നു, പിന്നീട് പതിയെ പതിയെ പുള്ളി അല്ലാതായി എന്നൊക്കെ. പുള്ളിയുടെ കല്യാണം കഴിയാത്തത് കൊണ്ടും ഇങ്ങനൊരു കുട്ടിയെ ദത്തെടുത്തത് കൊണ്ടും ആളുകൾ പിടികൂടാതിരിക്കാൻ ഇവർ പലപ്പോഴും പല ടൗണിലായിരുന്നു എന്നും മായ പറയും. അതുമാത്രമല്ല പുള്ളി അടുത്തിടയ്ക്കാണ് തളർന്നു പോയത്, അതുവരെ പുള്ളിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നും പറയും. അങ്ങനെ പിന്നീട് പലയിടത്ത് വെച്ചും ഷായും മായയും കണ്ടുമുട്ടൽ തന്നെയാണ്. ഒരിക്കൽ രാത്രി ഷാ മായയുടെ വീട്ടിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ജെയിംസ് തൂക്കുന്നത്. ഇത് കണ്ട ജെയിംസ് മൊത്തത്തിൽ തകർന്നു പോകും. അവൻ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഷാ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഇതെല്ലാം കണ്ട അവൻ വിഷമം കാരണം തോക്കെടുത്ത് ആത്മഹത്യ ചെയ്യാനായിട്ടും തുടങ്ങും. പക്ഷെ മായ അവനെ തടുത്തു നിർത്തും. അങ്ങനെ പിറ്റേ ദിവസവും ഷാ വീണ്ടും മായയുടെ വീടിനവിടേക്ക് പോകും. ജനലിലൂടെ നോക്കുമ്പോഴോ മായയും ജെയിംസും കിടക്കുന്നതാണ് ഷാ കണ്ടത്. ഇത് കണ്ട ഷായുടെ ഉള്ളിൽ ദേഷ്യം കൂടും. അവൻ എങ്ങനെയെങ്കിലും ജെയിംസിനെ കൊല്ലണമെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കൽ രാത്രി കത്തിയും എടുത്തുകൊണ്ട് ജെയിംസിന്റെ വീട്ടിലേക്ക് പോകും. ജെയിംസിനെ കൊലപ്പെടുത്താൻ നോക്കും. ഇതെല്ലാം കണ്ട മായ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഷാ ജെയിംസിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മായയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൾ അവിടെയുള്ള തോക്കെടുത്ത് ഷായെ വെടിവെക്കും. അങ്ങനെ മായ മൊത്തത്തിൽ വിഷമത്തിലാകും. പിന്നീട് മായ പോലീസിന്റെ അടുത്ത് പല കള്ളക്കഥകളും പറയും. ഷാ യഥാർത്ഥത്തിൽ ഒരു കള്ളനാണെന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചതാണെന്നും. അങ്ങനെ ഷാ ആശുപത്രിയിലാകും. അവിടുന്ന് അവനെ ജയിലിലേക്കും കൊണ്ടുപോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒടുവിലാണ് നമ്മൾ ഈ ട്വിസ്റ്റ് കാണിക്കുന്നത്. അതായത് മായയും വക്കീലായിട്ടുള്ള ജോണും ചേർന്ന് നടത്തിയ ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ഷായെ ഉപയോഗിച്ച് ജെയിംസിനെ കൊലപ്പെടുത്തി ജെയിംസിന്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാനായിരുന്നു ഇവർ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ജെയിംസിന്റെ മരണശേഷം എല്ലാ സ്വത്തുക്കളും മായയുടെ കയ്യിലേക്ക് എത്തും. മായ അതെല്ലാം വിറ്റ് ജോണുമായിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.